ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോൾ വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ച അനുമതി നൽകി. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, റഫേൽ കൂടുതലായി എത്താനുള്ള വലിയൊരു കരാറിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കരാറിന്റെ വിശദാംശങ്ങൾ? എൽദോ, ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ഇടപാടിൽ ആണ് ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉള്ള ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ അംഗീകാരം കൂടിയാണ് ഇതിൻ്റെ അവസാന കടമ്പ എന്നത്. കൃത്യമായ ഒരു ധാരണയിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 3.6 ലക്ഷം കോടി രൂപയുടെ കരാറിൽ ആണ് ഫ്രാൻസുമായി ഏർപ്പെടാൻ പോകുന്നത്. അടുത്ത ദിവസം തന്നെ, അതായത് ബുധനാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലേക്ക് ഏർപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു കരാറിൽ ആണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, നിലവിൽ തന്നെ ഇന്ത്യക്ക് സുഖോയ്, ജാഗ്വാർ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എന്ന വിമാനമുണ്ട്. ഈ തേജസ് വിമാനം ഗ്രീസിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഉടമ്പടിയിലേക്കും ഇന്ത്യ പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ത്യയുടെ കുന്തമുന എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന റഫേൽ കഴിഞ്ഞ പോരാട്ടങ്ങളിൽ ഒക്കെ ഏറ്റവും നിർണായകമായ സേവനം നടത്തിയിട്ടുള്ള റഫാൽ വിമാനങ്ങൾ ഇന്ത്യ കൂടുതലായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങൾ കൂടി, അതായത് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം. അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷ എന്നത് പ്രധാനമായി മാറുകയും ഈ രാജ്യങ്ങൾ റഷ്യയുമായോ അല്ലെങ്കിൽ അമേരിക്കയുമായോ ഒക്കെ കൂടുതൽ ധാരണയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ സുരക്ഷ കൂടുതലായി വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ഒരു പക്ഷേ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായി ഫ്രാൻസ് കഴിഞ്ഞാൽ ഇന്ത്യ മാറും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ കരാറിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ 18 വിമാനങ്ങൾ ഫ്രാൻസിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്നതാണ് ധാരണയുടെ ഉള്ളടക്കം. അതോടൊപ്പം തന്നെ 96 യുദ്ധവിമാനങ്ങൾ അത് തദ്ദേശീയമായി തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നതാണ്. അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും ഏതാണ്ട് ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ സിംഗിൾ സീറ്റ് വിമാനങ്ങളിൽ 88ഉം ഒപ്പം ട്വിൻ സീറ്റ് വിമാനങ്ങൾ 26 എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഉടമ്പടിയുടെ ഭാഗം ആയി വന്നിട്ടുള്ളത്.